കപ്പാസിറ്റി വളരെ കുറവാണല്ലേ? കണ്ടില്ലേ മുഖം ഒരിത്തിരി അകത്ത് ചെന്നതിന്. ഇവൾക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണല്ലേ? ചെവിക്ക് പിടിച്ച് നല്ലൊരു പിച്ചു കൊടുക്കും. മനസ്സിൽ വെറുതെ ഓടണ്ട. ആരാ ഉമ്മ തന്നത്? ഹലോ. ഹലോ. നീ ഫോണുമായിട്ട് ഇവിടെ നിൽക്കായിരുന്നോ? ഞാനിത് എവിടേക്ക് അന്വേഷിച്ചു. അത് ഓപ്പയ്ക്ക് തരിക. കുറച്ച് പാർട്ടീസിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പെൺകുട്ടികൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. ഇത്രയും ഓപ്പയ്ക്ക് പറയാനുള്ളൂ. ഒപ്പയ്ക്കുള്ളൂ. എവിടുന്ന? അതെ, ഫോൺ ചെയ്യാനാണെങ്കിൽ അങ്ങ് ചെയ്താ പോരെ. വെറുതെ ഇതിനെ കട്ട് ചെയ്യുന്നത് എനിക്കിപ്പോ തന്നെ കിട്ടിയാനെ. ഓടയിൽ വീണോ? കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചു. വല്ലാത്ത ഉഷ്ണം. കുറവുണ്ടോ? ചിരി വരിക. ഇതാ മാപ്പിള പാട്ടുകാരനല്ലേ? നിനക്കെന്താ ഇവിടെ കാര്യം? എന്തോ ഗുണ്ട് മേടിക്കാൻ നമ്പർ 260. ഞാൻ ആവൂ, തേടി വള്ളി കാലി അല്ല കയ്യിൽ ചിറ്റി. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആ ഓപ്പ എങ്ങനെ കണ്ട? നിന്റെ കോപ്പ എന്നെ കണ്ടുടാ. ഇവിടെ കയറി ഒളിച്ചിരുന്നാ കണ്ടുപിടിക്കാനും കഴിയില്ല. എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഉമ നിർബന്ധമായിട്ടും പറഞ്ഞോണ്ടാ വന്നത്, അല്ലാതെ ഇവിടുത്തെ കളി പുറത്താക്കാനല്ല. ഉമയും പിള്ളേരും കാണാഞ്ഞു എനിക്ക് മനസ്സിനൊരു സുഖമില്ല. വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. ഇവിടുന്ന് ഒരു ഒഴിവ് കിട്ടിയാ ഞാൻ എത്തും. 10-ാം തീയതി ഓപ്പറേഷൻ. അതിനു മുമ്പ് വരും. ആർക്കെ സാർ പണമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? അതിനൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങളൊന്ന് റിലാക്സ് ആവപ്പാ. ആൾക്ക് കക്ഷി അറിയാന്നല്ലേ പ്രശ്നം. ആ പ്രശ്നം ഇപ്പോഴേ സോൾവ് ചെയ്തേക്കാം. ആ കോട്ടൊന്നൂര് അത് തിരിച്ചാ. തിരിഞ്ഞു. ഹലോ ഹലോ, നമസ്കാരം. ഹലോ
ഹലോ എത്തിയല്ലേ? എത്തിച്ചു. നന്നായി. ആൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ മറന്നു പോകുന്നു, മറക്കുകയായിരുന്നു. സാധനം ലഗേജ് പുറകെ വരുന്നുണ്ട്. ഒച്ച വരും മുന്നേ, ആന വരും പിന്നെ എന്നാണല്ലോ. കൊറേ ഉണ്ടാവുമല്ലേ? എപ്പ വരും? പെട്ടികൾ. പെട്ടി അത് പെട്ടി എടുക്കാൻ അടിയോടി വരട്ടെ. വരിക. ഇത്രയും ഒപ്പയ്ക്ക് പറയാനുള്ളൂ. ഒപ്പ കുറച്ചുകൂടി പറഞ്ഞോളൂ. ഈ സമയമുണ്ടല്ലോ പറയാൻ. മിസ്റ്റർ സത്യേന്ദ്രന്റെ മലയാളം നന്നായിട്ട് അറിയാമല്ലേ? നിങ്ങൾക്ക് ഏത് മലയാളമാണ് വേണ്ടത്? കോഴിക്കോട്, കൊയിലാണ്ടി, തിരൂര്, മലപ്പുറം, കുന്നംകുളം, ചാവക്കാട് വഴി തിരുവനന്തപുരം ലാൻഡ് ടിവിയിൽ കമ്മൽ. തമാശ കാരണം കൂടെയാണല്ലേ? ഞാൻ വിചാരിച്ചു പുറം രാജ്യത്തൊക്കെ ആവുമ്പോ മലയാളം അറിയില്ല എന്ന് പറയുമെന്ന്. ഒരു തമാശ. നന്നായിട്ട് പാടുമല്ലേ? നന്നായി പാടാറുണ്ട്. അല്ല, നന്നായി പാട്ട് പാടാറുണ്ട്. കേട്ടിട്ടുണ്ടോ? ഇല്ല, അല്ല, പാട്ട് പാടുന്ന കേട്ടിട്ടില്ല. എന്നാലും ഇങ്ങനെ കാറി പോകുമ്പോ കുറച്ച് ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കുന്നത് ഒരു സുഖമല്ല. എന്താ സംശയം? ഒന്ന് പാടുവോ? താനിപ്പോ എന്താ പാടിയേ? എന്താ പാട്ട്? ശൈലേക്ക് വേറെ പാട്ട് പാടോ? റോഡിനകത്ത് കയ്യിൽ കയറുമായി സുന്ദരി നിർത്തിയാൽ താൻ ആരാ? സത്യേന്ദ്രനാ? സത്യേന്ദ്രനാണെന്ന് താനെന്താ എന്റെ കാർ കയറിയേ? ഞാൻ പറഞ്ഞ സത്യേന്ദ്രനാണ്. താൻ ഏൽപ്പിച്ചേ പോക്കിരിത്തരം പറയരുത്. ഞാൻ സദാ ഹുസൈന്റെ മകൻ അബ്ദുള്ള. തന്റെ ഫാമിലി ഹിസ്റ്ററി ഒരുപാട് പറയാനുണ്ടാവും. ഇവിടെ വെച്ച് പറയണ്ട. വീട്ടിൽ വന്ന് പറയണ്ട. തിരിച്ചു പോകാൻ ഓട്ടോറിക്ഷ ചെല്ലും താറ്റേട്ടാ. തനിക്കാട്ടോ ഞാൻ ആടി നിൽക്കുക. നടന്നു പോടോ. സുഭദ്രയോട് ഞാനിനി എന്താ പറയാ? ഞാൻ പറയാ പോടോ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണോ തിരിച്ച് ബംഗ്ലാവിലേക്ക് പോണോ? സത്യേന്ദ്രൻ എവിടെയെന്ന് വെച്ചാൽ സുഭദ്രയോട് എന്താ പറയാ? ഞാൻ എവിടെ നിർത്തുന്ന അമ്മിഞ്ഞ? ഓ അല്ല, നിന്റെ ചേരിയിലങ്ങ് അമ്മിഞ്ഞ കുമിഞ്ഞുകൂടി കിടക്കല്ലേ ഓർഫൻ. അവിടെ നോക്കി കുടിച്ചോ. തടിയനോ? അടിച്ചതിന്റെ മുഖത്തിന്റെ ഷേപ്പേ മാറ്റിക്കളയും. എന്താ ഇവിടെ ബഹളം? ഏതായി ചെക്കൻ? പണയപ്പണ്ണം ഇവനെ കൊണ്ടുവന്ന ചാനൽ വരുമെന്ന് പറഞ്ഞില്ലേ? എന്റെ ചാനൽ തടിയന്റെ മോന്തന്റെ മൊത്തം ഷേപ്പ് മാറ്റുന്നു പറഞ്ഞു വിട്ടേക്ക്. വേണ്ട മോനെ ദിനേശ, കളി എന്റെ അടുത്ത് വേണ്ട. എന്റെ പൊന്ന ആർക്കെ പറഞ്ഞു വിടുന്നില്ല. പറഞ്ഞു വിടുന്നില്ല. അവിടെ നിൽക്കട്ടവൻ. ഓണെ തീർക്കാം. അല്ല ചെത്തി ഉപ്പിലിട്ട് കളയാൻ കൊണ്ടുപോകാൻ പാരയായല്ലോ. ഈ മനുഷ്യൻ എന്താ വട്ടായോ? പോഴേക്ക് അന്നേക്ക് മൂത്രൊഴിക്കാൻ കൊണ്ട് സമയം. ഇത്ര അങ്ങോട്ട് മാറിക്ക് മനുഷ്യ. ഒന്ന് സമാധാനമായിട്ട് മൂത്രയ്ക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ? കുട്ടികൾ മൂത്രയ്ക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. നീ ഇങ്ങനെ ദയ കാട്ടിട്ട് ആ ചാർലി കാശും തരാതെ മുങ്ങി നടക്കുന്നത്? കഴിഞ്ഞ ആഴ്ച തരാമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ എന്താ നീ പിടിച്ചിട്ട് വാങ്ങിയില്ല? അതിനെന്തിനാ എന്റെ മെക്കിട്ട് കയറുന്നത്? ആ ചാർലി ഇങ്ങോട്ട് വരണ്ടേ? ഇനിയിപ്പോ എവിടെ പോയി തരാനാ അവനെ? അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും കണ്ടിരുന്നെങ്കില്? ഓ, അതിന് അവൻ എവിടെയാ ബന്ധുക്കള്? ആ കണ്ണുപൊട്ടി പെണ്ണ് 4 പിള്ളേരും അല്ലാതെ. ദൂരെ എവിടെയോ ആരോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ 2 പൊട്ടിച്ചാലേ കാര്യം നടക്കൂ. അവനെയോ അവന്റെ ശിങ്കിടികളെയോ ബന്ധുക്കളെയോ ആരെങ്കിലും ഒന്ന് ചവിട്ടിയാലേ സാറേ. ഇവിടെ ചവിട്ടിയാലേ അവിടെ നിൽക്കുള്ളൂ. എത്രയായി? ആ ചാർലി തരാനുള്ള കാശ് കിട്ടിയോ? എവിടെ? ഒരു ദിവസം അവനെന്റെ കൈ കിട്ടും. താനിങ്ങനെ എല്ലായിടത്തും നിന്ന് ക്രോസ് സുസാരം നടത്തിയല്ലേ ചാർലി എവിടാന്ന് ആരും പറഞ്ഞിരത്തില്ല. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു അടുത്ത ബന്ധുവാണെന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കണം. സാറ് പറഞ്ഞത് അതിന്റെ ശരി. ഞാനൊന്ന് നോക്കട്ടെ. ഇത്തവണ മൊയ്തിന് കിട്ടിയിരിക്കും. നമസ്കാരം. ഈ ചാർലി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വരാറുണ്ടോ? നിങ്ങൾ എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെന്നാ. ചാർലിയുടെ ആരാ? ആ ഒരു ബന്ധുവാ. ബന്ധു സ്വന്തത്തിലുള്ള ബന്ധു, ബന്ധത്തിലുള്ള ബന്ധു, ക്ലോസ് ബന്ധുവാ. നിന്നെയാണോ ഞങ്ങൾ തെരഞ്ഞു നടക്കുന്നത്? എടുക്കണ കാശ്. കുറെ കാലായാലും നീ മായം തിരിഞ്ഞ് നടക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ കാശ് കൊണ്ടുവന്നതല്ല. അവൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ. കള്ളം പറഞ്ഞടാ. നിനക്കറിയടാ ചാർലി എവിടെയാണ്? ചാർലി എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തോ
അയ്യോ മൊയ്തീനെ, എടോ വക്കീലെ ഞാൻ പറയുന്നത് കേക്കണോ? എന്തോ പോയി മൊയ്തീനെ, എന്തോ ഇവരെവിടെ പോയി? എടോ മൊയ്തീനെ, എന്തോ എടാ കത്തിക്കുത്ത് കേസിൽ സാക്ഷി മുങ്ങിയെന്ന്. കടലിലെ പുഴയിലോ? കടലിലാണെങ്കിൽ വിഷമിക്കേണ്ട, 3-ാം ദിവസം കരയ്ക്കെടുത്തോളും. അതും മുങ്ങിയതിന്റെ 30 അടി അപ്പുറത്ത്. പുഴയിലാണെങ്കിൽ അതല്ല, കാണാനില്ലെന്ന്. ഇന്നാണ് വിസ്താരം മൊയ്തീനെ, ഇന്നാണ് വിസ്താരം. അതൊരു പ്രശ്നമാക്കണ്ടേ? പ്രതിയുടെ അമ്മായിപ്പം മരിച്ചു എന്ന് പറഞ്ഞു വക്കീൽ സാർ കേസ് ഒരാഴ്ചക്ക് നീട്ടിവെക്കി. ഇതിനിടയിൽ സാക്ഷിയെ തപ്പിയെടുത്തോണ്ട് വന്ന കാര്യം ഞാൻ ഏറ്റു. ഈ ദുനിയാവിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരാം. അതിന് അവന്റെ അമ്മായിപ്പം മരിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു മരിച്ചിട്ടില്ലെന്ന്? മരിച്ചിട്ട് 5-6 കൊല്ലങ്ങളായി. മൊയ്തീനെ, എന്റെ ആർക്ക് സാറേ? സാറിന്റെ കേസിനും വേണോ സാക്ഷികള്? ഞാൻ കൊണ്ടുതരാം. നല്ല മണി പോലുള്ള സാക്ഷികൾ. തത്ത പറയും പോലെ പറയും. പാട്ട് പാടാൻ കഴിവുള്ള ആരെങ്കിലും എനിക്കറിയാവോ? എന്റെ മൂത്താപ്പ നന്നായി പാടും, പക്ഷെ അത് വേണ്ട. അതിന്റെ ശീശ അടിഞ്ഞ് തീരാറായി. തന്നെയല്ല, കണ്ണിനും കാഴ്ച കുറവാ. സഹായത്തിന് എപ്പോഴും ഒരാൾ കൂടെ വേണം. എന്നാലും പാട്ടിനൊരു കുറവൊന്നുമില്ല. അല്പം തരികിടയൊക്കെ വശമുള്ളൊരു പാട്ടുകാരനാണ് എനിക്ക് വേണ്ടത്. അതിനെന്തിനാ അത്ര ദൂരം തപ്പി പോണേ? ഈ ഞാൻ തന്നെ നല്ലൊരു ഗായകനല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ച ശാസ്ത്രീയ സംഗീതമാ. ശാസ്ത്രീയ സംഗീതം. ഇതല്ല, ഇതിനേക്കാൾ നല്ലൊരു ഗായകൻ ഏരിയ കിട്ടില്ല. നോക്കൂ, പിന്നെ സൂക്ഷിക്കണം. സുഭദ്രാമയ്ക്ക് ഒരുപാട് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. എന്തൊക്കെയാ? അതറിയാമെങ്കിൽ ഞാനെന്നെ രക്ഷപ്പെട്ടനെ. ഇവിടത്തെ കുതിരയോട് ചോദിച്ചു നോക്കിയാൽ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും. അയ്യോ, എന്താ? ഒന്നുമില്ല. പിന്നെ 2-3 പ്രാവശ്യം അയ്യോ നിലവിളിച്ചത്? ഒന്നുമില്ല, പൊക്കോളൂ. അതെ, ഏഭ്യാദി ലേഹ്യം വാങ്ങി കഴിക്കുക, അല്പം കുറവ് കിട്ടും. അല്ല, ഭ്രാന്തിന്. ഇത് തളം തന്നെ വേണ്ടി വരും. അതാ വിളിച്ചു. രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ വിളി. ആരാ എന്താ കുറ്റം ചെയ്തതാവോ? എല്ലാ കുറ്റങ്ങളും വജ്രായുധം പോലെ എന്റെ നിരക്കാണല്ലോ വരണത്. എവിടെ നോക്കിയാലും എന്ത് കാര്യത്തിന് ഞാൻ വേണം. എത്തിപ്പോയി, എത്തി. എന്താ? എന്താ ഒപ്പ ഇത്? അക്കൗണ്ട്സ് ഫയൽ. അയ്യോ അതല്ല, അയ്യോ മറന്നു. വിളി കേട്ട് പരിഭ്രമിച്ച് ഓടി വരുന്നതിനിടയില് ഇടാൻ മറന്നു. ഞാൻ പാന്റ് ഇട്ടിട്ട് വരാം. ഇവിടെ തരിക. ഒരു മറവി പറ്റിപ്പോയി സഹോദരേ. ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലോ ഈ മറവി. ആട്ടെ, രമയുടെ കാര്യം ഞാൻ ഓപ്പയോട് പറഞ്ഞു. ആ സംഗീത കോളേജിന്റെ കാര്യം പണവും തന്നെ ഏൽപ്പിച്ചല്ലേ? പിന്നെന്താ ഒരു കമ്പ്യൂട്ടർ? ആദ്യം മാനേജർ അടിയോടിയുടെ അടുത്ത് ഏൽപ്പിച്ചിരുന്നാണല്ലോ. ഓപ്പയോട് പറഞ്ഞാൽ ഓപ്പയല്ലേ അക്കാര്യം ചെയ്യേണ്ടത്, അല്ലാതെ അടിയോടിയാണോ? എവിടെയാ അയാള്? അടിയോടി ചതിച്ചോ അതോ ചതിയോടി അടിച്ചോ? ചോദിച്ചിട്ടെന്നെ കാര്യം. അടിയോടി എന്തോ? ബെസ്റ്റ്. കിഴക്കും പടിഞ്ഞാറും ഒന്നിക്കുന്ന വേഷം. പണ്ട് കാലത്ത് പള്ളിക്കൂടെ മുൻഷിമാരിങ്ങനെ ആയിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. കോട്ടില്ലേ? കോട്ടിന്റെയും ചീലയുടെയും കാര്യം പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് വരവിന്റെ സ്പീഡ് കണ്ടപ്പോഴേ മനസ്സിലായി. എന്താ കാര്യം? മാനേജറെ കാണാത്തോണ്ട് സുഭദ്ര അവിടെ കിടന്ന് ചാടുന്നു. ആ ചാട്ടമൊക്കെ എന്നും ഇവിടെ പതിവുള്ളതല്ലേ? അവരുടെ സംഗീതത്തിലുള്ള ആന്റിബയോട്ടിക്സ്. അത് മുടങ്ങാതെ 4 നേരം ചാടണം. രോഗം കലശലല്ലേ? ഇതൊക്കെ നേരിട്ട് പറയാൻ പാടില്ലായിരുന്നോ? വയറ്റിപ്പഴപ്പായി പോയി. ഓപ്പേ, ആദ്യം ഇങ്ങോട്ട് എടുത്തേ. എന്താ? അതങ്ങോട്ട് എടുത്തിടുക. ഒരു കാര്യം പറഞ്ഞ കൃത്യമായിട്ട് ചെയ്യുകയില്ല. ചെയ്തോണ്ടിരിക്കല്ലേ? ഇപ്പൊ ഇതിലെനിക്ക് കിട്ടിയതേ ഉള്ളൂ. കളിയൊക്കെ അവിടെ, കാര്യം ഇവിടെ. ഇത് സംഗീത കുടുംബം, സംതൃപ്ത കുടുംബം. എന്നിട്ടാണോ രമയ്ക്ക് സംഗീത കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് മറ്റെന്തിനോ മേടിച്ചു കൊടുത്ത്? ഏത് രമ? ഏത് രമയൊന്നും രമ അറിയില്ലേ? സുധാകരന്റെ രമ. ഓ, ആ രമ. 10-25 തലങ്ങും വിലങ്ങും ഇവിടെ കൂടെ തുള്ളിക്കൊണ്ട് നടക്കുമ്പോ ഏതാ രമ, ഏതാ രമ്യ, ഏതാ പുഷ്പ എന്നൊക്കെ എങ്ങനെ അറിയാനാ? അല്ലെങ്കിൽ തനിക്ക് ഒന്നെന്ന് പറഞ്ഞ 4. ചോദിച്ചേ അതല്ല, രമയ്ക്ക് എന്തിനാ മറ്റെന്തിനോ അഡ്മിഷൻ മേടിച്ചു കൊടുത്ത്? മറ്റെന്തിനോ അല്ല, കമ്പ്യൂട്ടർ സ്റ്റഡീസ്, മോസ്റ്റ് അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ. അതിനാ സുഭദ്ര അവിടെ കിടന്ന് ചാടുന്നത്. കമ്പ്യൂട്ടറിലെ ചാട്ടോ ആയമ്മയ്ക്ക് അറിയോ? ഓപ്പേ, സുഭദ്രാമ്മ അതും ഇതൊക്കെ പറയും. അക്യൂട്ട് മ്യൂസിക്കൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം അവർക്ക്. എവിടെ നോക്കിയാലും സംഗീതം. കുട്ടികളുടെ ഭാവിയല്ലേ നമ്മൾ നോക്കേണ്ടത്? ആ കുട്ടിക്ക് അതാ ഇഷ്ടം. ഒരാളെങ്കിലും ഇവിടത്തെ ആട്ടത്തിൽ നിന്നും പാട്ടിൽ നിന്നും ഒന്ന് രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചപ്പോ അത് താനാണോ നിശ്ചയിക്കുന്നത്? ഞാനല്ല നിശ്ചയിച്ചത്. ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും തന്നെയാ. ഒരു കാര്യം ഞാൻ പറയാം, സൂക്ഷിച്ചില്ലെങ്കിൽ സുഭദ്രാമ്മയുടെ പാട്ടിനനുസരിച്ച് നമ്മൾ ഈ വലിയ ബംഗ്ലാവിനകത്ത് കിടന്ന് തുള്ളേണ്ടി വരും. കേട്ടോ ഓപ്പേ? കേട്ടോ?